4 മണി ചായക്ക് എന്തെങ്കിലും ഒരു കടി വേണമല്ലേ. അപ്പോൾ ഞാനിന്ന് ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുറച്ച് മല്ലിയില എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി ഇതാ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഒരു 2 സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചാൽ മതി. ഫ്രൈ പാനിൽ ഉണ്ടാക്കട്ടോ. ഞാനിവിടെ ദോശക്കല്ലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ദോശക്കല്ലിലാകുമ്പോൾ 2-3 എണ്ണമൊക്കെ ഫ്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അതിക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് അതാ ആ ഒരു ബാറ്ററിൽ ബ്രെഡ് മുക്കിയിട്ട് അതിക്ക് വെച്ച് കൊടുത്തു. പിന്നെ സ്പൂൺ കൊണ്ട് ആ ഒരു ബാറ്റർ കുറച്ച് അതിൻ്റെ മേലേക്കും ആക്കി കൊടുക്കട്ടോ. എന്നാലുള്ളൂ സവാളയും മല്ലിയിലയും പച്ചമുളകും ഒക്കെ എല്ലായിടത്തും ഒന്നും ആവുക. അങ്ങനെ ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഫസ്റ്റ് കുറച്ച് ഓയിൽ ആക്കി കൊടുത്തല്ല, ആ ഒരു ഓയിലിൽ തന്നെ ബ്രഷ് മുക്കിയിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ 3 ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കിയൊരു ബാറ്ററിക്ക് ഒരു 1-2 സ്പൂണ് മൈദയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കനത്തിൽ കിട്ടും കേട്ടോ ബ്രെഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്